ഇതാണോ മാക്സിമം ലെങ്ത് ഉള്ളത്? അതെ, 500 ഡിസൈനിൽ 500 ഡിസൈനോ? ഒരു നിമിഷം യഥാർത്ഥ ആളാണെന്ന് തോന്നിപ്പോയി. നല്ല എരിവല്ലേ? ആ മുളകിന്റെ ഫീല് നല്ല പോലെ ഉണ്ട്. പൊരിച്ചിട്ട് കറി വെച്ച്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്രിസ്മസ് ഒക്കെ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തെത്തിക്കഴിഞ്ഞു. അത് കാരണം എന്താ, ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളത് ആലപ്പുഴയിലത് ഈ ഒരു മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളി വീഡിയോ ആയിരിക്കും, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻജോയ് ദ വീഡിയോ. എത്ര രൂപ ഇതിനൊക്കെ? 500 രൂപയ്ക്ക് ഒതുങ്ങാം. എന്ത് കാര്യത്തിന്? ഇതെന്ത് കച്ചീനല്ലേ ഒറിജിനല്? ഇതൊക്കെ നമുക്ക് മേക്ക് എടുക്കാവുന്നവരേ ഉള്ളൂ. എത്ര വരും ഈ ഒരു സാധനത്തിന്? 650. എല്ലാത്തിനും ഇതിനും കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും അല്ലേ? കൂടുതൽ. ഈ ക്രിസ്മസ് പേക്ക് എത്ര വരും? 1240. വേറെ സൈസിന്റെ ഉണ്ടോ? ഇത് നമുക്ക് 2 ഫീറ്റ് തൊട്ട് അവൈലബിൾ ആണ്. 2 ഫീറ്റ് തൊട്ട്. ഇതാണോ മാക്സിമം ലെങ്ത് ഉള്ളത്? അതെ, അത് 12 അടി വരും. 16 അടിയുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല, ഇത് എത്ര വരും? ഇത് 8,900. 8,900. ഇത് പ്ലാസ്റ്റിക് അല്ലേ സാധനം? അതെ, പ്ലാസ്റ്റിക്. ഓക്കെ. ഇതിന്റെ കൂടെ ഈ ബൾബും എല്ലാം ഉണ്ടാവും അല്ലേ? അത് നമ്മൾ അഡീഷണൽ മേടിക്കണം? അത് അഡീഷണൽ. ശരി. ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഫാൻസിയും ഡെക്കറേറ്റീവ്സും ഫെസ്റ്റിവൽ സീസണിൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം മേടിക്കണം. ആലപ്പുഴ ഈ വിഭാഗത്തെ കുറിച്ച് പറയാമോ? ഇവിടെ വന്നാൽ എല്ലാം കിട്ടും. അതെ, ഞാൻ കുറെ പണ്ടും വർഷങ്ങൾക്ക് മുമ്പൊക്കെ, പക്ഷേ പണ്ടത്തെ അപ്പിയൻസ് ഇങ്ങനെ അല്ലാത്ത ഇവർക്ക് ആർക്കും അറിയാത്തതാണ്. അപ്പോഴേക്കും ആക്ച്വലി ഈ ഒരു അതെ നമ്മുടെ അപ്പൊ നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ ബ്രോഡ്വേ ഉണ്ടല്ലോ, ബ്രോഡ്വേയുടെ ഒക്കെ ഏകദേശം രൂപം അത്രയില്ലെങ്കിൽ പോലും ആലപ്പുഴയിൽ ഒരു ബ്രോഡ്വേ ആണ് അല്ലെ? അങ്ങനെ വേണം നമുക്ക് കണക്കാക്കാം. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ ഇവിടെയാണ് എല്ലാ ഐറ്റംസും ലഭ്യം. ആലപ്പുഴ മറ്റെവിടെയും കിട്ടില്ല ഇത്രയും ഹൈ പാക്കേജ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം വേറെ ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും അകത്തോടൊന്ന് കയറി. കാറിനൊക്കെ ഇപ്പൊ എങ്ങനെ വരും റേറ്റ്? ഇതാണ് നമ്മുടെ പുതിയ ഐറ്റം. ഇതിന്റെ ഒറ്റ ഇതേ ഉള്ള മോഡല്? അല്ല, ഐ മീൻ ഇതിന്റെ 500 ഡിസൈനിൽ 500 ഡിസൈനോ? എന്റെ അമ്മോ, 500 ഡിസൈനാണ് കേട്ടോ. ഇങ്ങനത്തെ തന്നെ പല ഒന്ന് 500 നിങ്ങൾ മാറ്റി കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം ഓട്ടോമാറ്റിക്കലി 28 മിനിറ്റ്സ് കൊണ്ട് 500 കവർ ചെയ്യുന്ന നമ്മൾ. ഓക്കെ, എല്ലാത്തിലും അങ്ങനെയാണോ? അതോ ഇതൊക്കെ 2-3 മോഡൽ. ഇതിന് എത്ര രൂപ വരും? 2100. എന്റെ അമ്മോ, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വേറെ. അതെ, വാറന്റി ഉണ്ടാവും? ഒന്നുമില്ല. ചെക്കിംഗ് വാറന്റി. ഇതിനൊക്കെ എത്ര വരും? അത് 280. ഡെലിവറി ചാർജ് നമുക്ക് ശരിക്കും സ്റ്റാർട്ടിങ് 90 തൊട്ടൊക്കെ. 90 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. 2100 പുതിയ ഐറ്റം. 2023 ക്രിസ്മസിന്റെ ഐറ്റം നമ്മുടെ സാധാരണ നോർമൽ ഐറ്റം. അത് പേപ്പർ ചാറും അതേപോലെ തന്നെ 40 രൂപ മുതൽ സ്റ്റാർട്ടിങ്. 600 രൂപ സ്റ്റാർട്ടിങ്. ഈ ഒരു പർട്ടിക്കുലർ സാധനം എത്ര? ഇതിപ്പോൾ ഫുള്ള് ബെസ്റ്റ് ആയിട്ട് വരുവാണ് 950. എല്ലാ ഐറ്റംസും. തടിയല്ലേ? അതെ, ചൂരൽ. ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് 750. ഈ ഒരു മിനിയേച്ചർ സാധനത്തിന് അത് വരുമ്പോഴത്തേക്കും 700. ലൈറ്റ് വെക്കാണോ? അതെ, എത്ര? 750 അല്ലേ? നല്ല ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടല്ലേ? ഇവിടുത്തെ എല്ലാ ക്രിസ്മസിനെ സംബന്ധിച്ചോളം ഇപ്പൊ ഓരോ സീസൺ അനുസരിച്ച് ഇവിടുത്തെ സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ, ഇപ്പൊ വിഷുവിനാണെങ്കിൽ പടക്കം ഇവിടെ കിട്ടത്തില്ല. അതെ, അത് നമുക്കറിയാം. അതെ, പക്ഷെ ഇത് എപ്പോഴും ഒരു ഗിഫ്റ്റ് ഹൗസ് ആണ്. ഈ ഒരു ഗിഫ്റ്റ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇതെല്ലാം. ഇതെന്താണ് സംഭവം? ഇത് മാവോ? ഇത് മറ്റേ വെക്കാൻ പറഞ്ഞു എല്ലാവരും. വരുന്ന ഐറ്റമാണ്. തല വെക്കുന്നല്ലേ? അതെ, ജസ്റ്റ് വെച്ചിട്ട് നിൽക്കുന്ന ഐറ്റമാണ്. അതെ. ആ, ഇനിയിപ്പോ ചെറുപ്പം ഇതൊക്കെ വരും. എന്ത് റേറ്റ് വരും? ഇതെന്താണ് സംഭവം? സ്നോമാൻ. ഓക്കെ, 2600. പിന്നെ നമ്മള് എന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളും 2600 അല്ലേ? അല്ല, 2600 എല്ലാത്തിനും ഡിസ്കൗണ്ട് ആണ് ഞങ്ങളുടെ മെയിൻ. അതെ, ഡിസ്കൗണ്ട് ആണ് മെയിൻ. ക്രിസ്മസ് പേക്സ് വെക്കുന്നു. ഇത് വരുമ്പോഴത്തേക്കും ഇതൊക്കെ ലൈറ്റ് ഇൻബിൽറ്റ് വരുന്നതാണ്. ഓ, അതിന്റെ ഇതേ തന്നെ സാധനങ്ങളുണ്ടല്ലേ? ഓക്കെ, ഇത് പുതിയ ഐറ്റമാണ്. അതെ. നമുക്ക് ഇപ്പോ ആലപ്പുഴയിൽ 2 വർഷമായിട്ടുള്ള പുറത്ത് എറണാകുളത്ത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എത്ര വരും അതിന്? ആ ഒരു ചെറിയ 3500. 3500. ഓക്കെ, ഇതെത്ര ഫീറ്റോ? 5 ഫീറ്റോ? 5 ഫീറ്റ് വരുമ്പോഴത്തേക്കും 4700. സ്നോ വൈറ്റ് വരുമ്പോഴത്തേക്കും 4 ഫീറ്റിന് 4600. പിന്നെ എല്ലാത്തിനും
ഡിസ്കൗണ്ട് ഉണ്ട്. അത് ഇനി പറയണ്ട, അത് എല്ലാവർക്കും മനസ്സിലായി. ഏത് സാധനം എന്ത് മേടിച്ചാലും നമ്മൾ മനസ്സിലാണെങ്കിലും കരുതും അതിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടണമെന്നാണ് എല്ലാ മനുഷ്യനും ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്പൊ ഇവിടെ എന്ത് സാധനം എടുത്താലും അതിന് ഡിസ്കൗണ്ട് ഇറ്റ്സ് ഡെഫിനിറ്റ് അല്ല. അഫോർഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തൃപ്തികരമാവുന്ന രീതിയിലൊരു ഡിസ്കൗണ്ട് ഇവിടുന്ന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഷോപ്പിന്റെ പേരെന്തായിരുന്നു? മൈ ടോയ്സ്. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ടോയ്സ് ആണ് ഈ ഒരു ഏരിയയിൽ കൂടുതലും സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഈ സിത്താര ഫാൻസി എന്ന് പറഞ്ഞ ഇത് നിങ്ങളുടെ ഒന്നിനാണോ? അല്ല, അത് വേറെ. ഓക്കെ. എല്ലായിടത്തും ഇവിടെ ഏരിയയിൽ കംപ്ലീറ്റ് ഹോൾസെയിൽ ഷോപ്പുകളാണ്. ഹോൾസെയിൽ ഷോപ്സ് ആണ്. ഇവിടുന്ന് കിട്ടിയില്ല, അവിടുന്ന് കിട്ടിയില്ല, ഇവിടുന്ന് അങ്ങനെ. അതെ, അതങ്ങനെ ഒരു കോർപ്പറേറ്റ് നിങ്ങൾ തമ്മിലൊരു ധാരണയാണല്ലോ. അല്ല, അത് എല്ലാവരും തമ്മിലൊരു കോർഡിനേഷൻ ആയിട്ട് കോർപ്പറേഷൻ ആയിട്ട് പോകുന്നത് അത് നമുക്കറിയാം. കാരണം നമ്മളൊരു കടയിൽ പോയാൽ അപ്പുറത്തെ കടയിൽ പോയി നമ്മൾ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും അപ്പുറത്തെ അവിടെ ഇവിടെയും കിട്ടും. അപ്പൊ ഈ പരസ്പരം ഒരു ഇതില്ലാത്തവരാണെങ്കിൽ ഇവിടെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു കളി. പക്ഷേ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള എനിക്കറിയാം, ഇവിടുന്ന് ഞാൻ സാധനം മേടിക്കാൻ വന്നപ്പോഴേക്കും ആ ഒരു കട കിട്ടിയില്ല. അപ്പൊ പറയുന്നത് അപ്പുറത്തെ കടയിൽ സ്വന്തം കട അല്ലെങ്കിൽ പോലും അവർ കാണിച്ചു തരും. അങ്ങനെ ഒരു പരസ്പരം കോർപ്പറേഷൻ ഉള്ളൊരു ഏരിയ ആണിത്. വളരെ സാധനത്തിനൊക്കെ എത്ര വരും? ഇത് 240. അത് എത്ര മീറ്റർ ഉണ്ടാവും? അത് ജസ്റ്റ് ഫ്ലവേഴ്സിന്റെ എണ്ണമാണ്. അങ്ങനെയുള്ള 16 ഇത്രയും ലെങ്തേ ഉള്ളല്ലേ? അല്ല, ലെങ്ത് കൂടുതലുണ്ട്. ഇപ്പൊ 20 ഫ്ലവേഴ്സിന്റെ ആണ്. ഓക്കെ. അപ്പം അതനുസരിച്ച് വരും. ഇത് കുറവാണ്, ഇത് 16 ഫ്ലവേഴ്സിന്റെ. ഫ്ലവേഴ്സിന്റെ ഇതില് ലെങ്ത് വരും. അപ്പൊ ഓക്കെ ബ്രോ, എന്തായാലും ഇത്ര നേരം നമ്മളെ ഗൈഡിന് താങ്ക്സ്. ഓക്കെ. രംഗൻജി ഒരു മരം മേടിച്ച് വെച്ചല്ലോ. ഒരു നിമിഷം യഥാർത്ഥ ആളാണെന്ന് തോന്നിപ്പോയി. ഈ ഒരു അപ്പൂപ്പന് എത്ര രൂപ വരും? 5900. വാറണ്ടി അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ക്രിസ്മസ് വരെ വാറണ്ടി ഉള്ളു. അല്ല, വാറണ്ടി ഉള്ളു. പിന്നെ എല്ലാം നമ്മുടെ ഉപയോഗം പോലെ അല്ലേ? ഇതിനെത്ര വരും? 4 ഫീറ്റ് ആണ്. അത് 5 ഫീറ്റ്. ആ ലൈറ്റ് പുതിയൊരു ഐറ്റം ആണല്ലോ, ആലപ്പുഴയിൽ അധികം കാണാറില്ല. ഈ ഒരു സാധനം നമുക്ക് ഇപ്പൊ വേണ്ട, നമ്മൾ വരാൻ എന്തായാലും. ഇതിന് എത്ര വരും? 60 രൂപ. ഏത് കമ്പി ഉണ്ടാവും അല്ലേ? കമ്പിയാണ്. സ്റ്റാർസ് നിങ്ങളുടെ അപ്പുറത്തെ കടയിൽ പോലെ 500 വേരിയന്റ് ഒക്കെ ഉള്ളതൊക്കെ ഉണ്ടാവല്ലോ. 500 തരത്തിലുള്ള വേരിയന്റ് വരുന്നതൊക്കെ ക്രിസ്മസിന് ആവശ്യമായ സാധനങ്ങൾ കിട്ടുന്ന കടകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. ഇനി നമ്മുടെ ക്രിസ്മസിനോടൊപ്പം തന്നെ ക്രിസ്മസിന് മുമ്പായിട്ട് ആലപ്പുഴക്കാരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായ മുല്ലക്കൽ ചെറപ്പ്, അത് പറയുമ്പോൾ റങ്കന്റെ മുഖത്ത് ചിരികളൊക്കെ വിടുന്നുണ്ട് അല്ലെ റങ്കൻജി? പല പല സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് റങ്കൻജിക്ക്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എല്ലാവർക്കും സന്തോഷമുള്ള കാലമാണ് ഈ ഡിസംബർ മാസം. അത് ക്രിസ്മസ് മാത്രം കൊണ്ടല്ല, ന്യൂ ഇയർ മാത്രം കൊണ്ടല്ല, മുല്ലക്കൽ ചെറപ്പ് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് ആലപ്പുഴക്കാരെ സംബന്ധിച്ചോളം. അപ്പോൾ നമുക്ക് എന്തായാലും ആലപ്പുഴയിൽ പോയി, അല്ല ആലപ്പുഴ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, വണ്ടി വിടത്തില്ല അങ്ങോട്ട്. നീ മുല്ലക്കൽ നടുക്കൂടി പോകാനാണ്, അത് നടക്കത്തില്ല. ഇപ്പഴത്തില്ലേ? പിന്നെ ഇപ്പഴത്തെ പിച്ചേറിയ നിമിഷം വഴി കയറാൻ പറ്റുന്നു. ആണോ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ചെറുപ്പ് MDയും റങ്കൻജിയും കാണിച്ചു തന്നതാണ്. പലതും കാണിച്ചു തന്നതാണ് നിങ്ങളെ അല്ലെ? എല്ലാ A to Z എങ്ങനെയാണ് നമ്മൾ കാണിച്ചു തന്നു മുല്ലക്കൽ ചെറുപ്പ്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ മുല്ലക്കൽ ചെറുപ്പ് എങ്ങനെയൊക്കെ ആയി, ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ആകെ മറ്റന്നാൾ ചെറുപ്പ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ റങ്കൻജി? അപ്പൊ എന്തായാലും ഒരുക്കങ്ങളൊക്കെ ഏകദേശം 99% പൂർത്തിയായി കഴിഞ്ഞ് കാണണം. അപ്പൊ എന്തായാലും നമ്മൾ ആലപ്പുഴക്കാരായതുകൊണ്ടും നമ്മൾ MDയും ഡ്രങ്കനും ആയതുകൊണ്ടും മുല്ലക്കൽ ചെറപ്പിന്റെ ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ എവിടം വരെ ആയി എന്നൊക്കെ ഉള്ളത് നമുക്ക് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കാം. എന്ത് പറഞ്ഞു ഡ്രങ്കൻജി? എല്ലാ ജംഗ്ഷനിലും പോലീസുകാരിട്ടിരിക്കുക. നാളെ നമ്മുടെ മുഖ്യൻജി വരുന്നതല്ലേ? വനിതാ പോലീസ് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ടോ? കാരണം വേറെ ആരും ഇല്ലല്ലോ, രാജാവല്ലേ വരുന്നത്. അത് കാരണം പ്രജകളെല്ലാം അല്ലേ കൺമുമ്പിൽ പോലും വരാൻ പാടില്ല. നമ്മുടെ പിക്ചറേഷൻ കഴിഞ്ഞ് നമ്മൾ മുല്ലക്കലോട്ട് എത്തിക്കഴിഞ്ഞു. നാളെ ഒന്നും ഈ ഭാഗത്തോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ലല്ലോ. ലൈറ്റ് ഒന്നും വന്നിട്ടില്ലല്ലേ? അതെ, വെറുതെ എന്തിനാ അവര് കറണ്ട് കളയുന്നല്ലേ? കൂട്ടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് തെറ്റി. 99% ഒന്നും ആയിട്ടില്ല, ഏകദേശം 50% ആയിട്ടുള്ള അമ്പലത്തിന്റെ മറ്റേ ഇതല്ലേടോ കാർണിവലിന്റെ ഏരിയ ആണ് ഈ കാണുന്നത്. കാർണിവലിന്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ മുല്ലക്ക ചെറുപ്പന്റെ ഏകദേശ രൂപ ഒക്കെ നിങ്ങളെ കാണിച്ചു തന്നു. ഒന്നും ആയിട്ടില്ല. അപ്പൊ അപ്പൊ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ഒരു മെയിൻ സ്പോട്ടിൽ, ഹോട്ട് സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ ടിക്കി ബാറിൽ. ഒത്തിരി കാലം, ഏകദേശം ഒരു വർഷം 1.5 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് പോയി. പക്ഷെ നമ്മൾ ഈ ലൊക്കാലിറ്റി നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ജോണി വാക്കർ ബ്ലൂ ലേബലിന്റെ വീഡിയോ ചെയ്ത് നമ്മൾ ഈ ലൊക്കാലിറ്റിയിൽ നിന്ന് നമ്മുടെ ഹൗസ് ബോട്ട് ബോർഡ് ചെയ്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഒരു മാറ്റവും ഇല്ല എന്ന് വേണം വിചാരിക്കാൻ. അതെ, ഒരു മാറ്റവും ഇല്ല. അധികം മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നുണ്ടേടാ, യെസ്, ഒത്തിരി കാലമായില്ല. അപ്പോ ഏതെങ്കിലും നമ്മൾ കേൾക്കാത്ത സാധനങ്ങൾ കുപ്പിയെല്ലാം ഒന്നും സ്റ്റിക്കർ മാത്രം വ്യത്യാസം എന്നുള്ള രീതിയാണ്. വ്യത്യാസം ഉണ്ടാവില്ല. 80 രൂപ കുഴപ്പമില്ല. സാധാരണക്കാർക്ക് വലിയ ഇറക്കിയിരിക്കുന്ന സാധാരണക്കാർക്ക്. ജനതാ റം ഒരു ഫുള്ളിന് 730 രൂപയാണ്. സോറി, ഒരു ലിറ്ററിന് അല്ലേടോ, ലിറ്ററല്ലേ? ഒരു ലിറ്ററിന് 730 രൂപയുള്ളൂ. കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേടോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതിന്റെ മണമാണ് ഈ വരുന്നതൊക്കെ. അതെ, അത് തന്നെ പൊട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിത് തന്നെ പിടിക്കാം. കട്ട റമ്മാണ്, അതിനൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ചേട്ടാ, അപ്പൊ 2 പേക്ക് നമ്മൾ 60 മേടിച്ച് 90 ആണെന്ന് സംശയിച്ചൊരു പുള്ളിക്കാരനോട് ചോദിച്ചു. 90 അല്ല, 120 ആണ്. അമ്മോ, നമ്മളീ മേടിച്ച സാധനം തന്നെ കേട്ടാ. അത് ഇപ്പഴാണെന്നും പറയത്തില്ല, അത് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം പുള്ളിക്കാരൻ ലെജൻഡ് ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ജനത പേര് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. സോഡ പോപ്കോൺ തന്നെയാണല്ലോ ഇവിടെ. അപ്പൊ നമുക്ക് 5 സ്റ്റാറിലും പോപ്കോൺ, ലോ സ്റ്റാറിലും പോപ്കോൺ. മസാല പോപ്കോൺ ആണ് അതോ പ്ലെയിൻ ആണോ? പ്ലെയിൻ ആണല്ലേ. മുകളിൽ ഞാൻ പറഞ്ഞു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഡിക്കിയിൽ ഓർമ്മിക്കായിട്ട് അതല്ല അപ്പൊ തീർച്ചയായും നാടൻ ബാറുകളിൽ കിട്ടുന്ന പോലെ കടലയും പോപ്കോൺ ഇവിടുത്തെ സ്പെഷ്യൽ സാധനം കേട്ടോ. ഇവിടെ ഏത് ബാറിൽ, ഐ മീൻ ഇവിടുത്തെ ഏത് ബാറിൽ ഔട്ട്ലെറ്റിൽ പോയാലും ഈ സാധനം എല്ലായിടത്തും ഉണ്ട്. ഇത് ചെറുപ്പം പ്രമാണിച്ച് ഇപ്പൊ എല്ലായിടത്തും ആലപ്പുഴ മുഴുവൻ ലഭ്യമായിരിക്കും അല്ലേ? വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കണോളൂ. കാരണമേ കടലയൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാറേ ഇല്ല. അടിപൊളി കോമ്പിനേഷൻ. തീർത്താ നിറച്ചാൽ മതി, അപ്പൊ മൊത്തം വരും. ഫുള്ള് ഒഴിച്ചാൽ മതി. അപ്പൊ ബീർ കൂടി ഞാൻ കളയല്ല. അളവ് എനിക്ക് അറിയാറുള്ളൂ.
ഓക്കെ ഗ്യാസ്, അപ്പോൾ നമ്മുടെ ഡ്രങ്കൻ്റെ ഫേവറേറ്റ് ഷോപ്പാണ്. കഴിക്കാൻ തന്നെ കഴിക്കാം. പുട്ടുണ്ട്, പൊറോട്ട, ചെറുക്കപ്പുട്ടുണ്ട്, പൊറോട്ട ഉണ്ട്, പൊറോട്ട മൈദ കറി എന്തൊക്കെയുള്ള കറി? ബീഫ് റോസ്റ്റ്, കക്കാറച്ചി, ബീഫ് ഫ്രൈ, ചിക്കൻ മുളക് ഇട്ടത്, വെള്ളക്കടല, ബീഫ് റോസ്റ്റ്, ബീഫ് കറി, പിന്നെ ചിക്കൻ മുളക് ഇട്ടത്, പിന്നെ അയില വറ്റ പൊരിച്ച് കറി വെച്ചത്. പിന്നെ വെള്ളക്കടല, പിന്നെ ലിവർ റോസ്റ്റ് ഉണ്ട്, ബീഫിന്റെ പുട്ട്, കറിയോ? ചിക്കൻ മുളക് ചിക്കൻ മുളക്. ഓക്കെ, വെള്ളം മതിയോ? കഴിക്കാനാണോ? കഴിക്കും. പാഴ്സലൊന്നുമില്ല. പൊറോട്ട ഉണ്ട്, മൈലാണ്ട് ഗോതമ്പ് മൈദ ഒരു 2 പൊറോട്ട, പിന്നെ അത് വറ്റയോ? വറ്റ പൊരിച്ച് കറി വെച്ചു. ഓക്കെ, അത് പറഞ്ഞോളൂ. വറ്റയാണ്. വറ്റ നല്ല കറി വെച്ച് പൊരിച്ചിട്ട് കറി വെച്ചത്. പൊരിച്ച് കറി വെച്ചത്. ഇതൊക്കെ നമ്മുടെ ഷാപ്പിൽ കിട്ടുന്ന രീതിയിലുള്ള കറിയാണ് അല്ലേ? നല്ല എരിവരിക്കില്ലേ? പാടുപെടുവോ? ബീഫാണോ ബ്രോ? അതോ ബീഫ് റോസ്റ്റ് ഉണ്ട്. അല്ല, ആ കാണുന്നത് അത് ചിക്കൻ മുളക് ഇട്ടത്. അതിനോട് താൻ ഓർഡർ ചെയ്തു. ഒരു വറ്റ ഫുള്ളാണ് ഈ കാണുന്നത്. ചിക്കൻ മുളക്. ചിക്കൻ മുളക്. എനിക്ക് മീൻകറി മാത്രമോ? അന്തരോ? പിന്നെ മീൻകറി, പൊറോട്ട ഉണ്ട്. പൊറോട്ട ഉണ്ടോ? ഒളിച്ചിരിക്കണോ കഹയ? അല്ല, സവളൊക്കെ വരയിടും. ഇതാണ് ഡ്രങ്കൻ. ഈ മുളക് കറി ഇത്തിരി ട്രൈ ചെയ്യണം കേട്ടാ. തന്നെ സംബന്ധിച്ചോളം ആ ഗ്രേവിയൊക്കെ വളരെ ലൈറ്റാണ്. ബോൺലെസ് അല്ലേ? അടിപൊളി. താൻ ഈ കടയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നതോ? ചോരക്കറി, സോറി, കേരക്കറി. കേര വറ്റ എന്തോട്? വറ്റയല്ലേ? എന്തോ ഒരു കറി. പരിപാടി തുടങ്ങി. നമുക്ക് ആദ്യമേ ഗ്രേവി ആയിട്ടൊന്ന് പിടച്ചു നോക്കാം. അതാണല്ലോ അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ. കാണുന്ന പോലെ തന്നെ നല്ല ഉഷാറ എരിവ. ഞാനത് ആദ്യം പറഞ്ഞു, കണ്ടിട്ട് തന്നെ ഒരു ഷാപ്പിലെ കറി പോലെ തോന്നി. അടിപൊളിയാ. മോനെ ഓരോ കടയിലും ഓരോ രീതിയിലാണല്ലോ മുളകിട്ട്. ആദ്യമേ ഇത് എല്ലാണെന്നൊക്കെ ഉറപ്പുവെച്ചിട്ട് പല വീഡിയോയില് പോലെ
എടുത്ത് ഒറ്റയടിക്കിടയ്ക്ക് പിടയ്ക്കും, വായിലോട്ട് എല്ലായിരിക്കും പോകും. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, എല്ലല്ല നല്ല പീസാണ്. ഇവിടുത്തെ ഭൂരിഭാഗം ചിക്കനും നല്ല പീസുകളാണ്. അഭിപ്രായം എന്താണ് അതിനെ കുറിച്ച്? നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റ് ആണല്ലേ. ഓക്കെ, അപ്പം മീൻ ചാപ്പ് പ്ലസ് ചിക്കൻ മുളകിട്ടത്. ഭയങ്കര കുട്ടിൻ്റെ കൂടെയാണ് പൊളപ്പൻ. ചോരക്കറി ഇങ്ങനുണ്ട്, നല്ല എരിവല്ലേ? ആ മുളകിന്റെ ഫീല് നല്ല പോലെ ഉണ്ട്. പൊട്ട് വേണോ പൊറോട്ട? ആ എന്നാ പറഞ്ഞു, ഗോതമ്പ് പൊറോട്ടേ ഉള്ളൂ, മൈദ പൊറോട്ട ഇല്ലെന്നാണ് പറഞ്ഞത്. ആ ബ്രോ, ഒരു ഗോതമ്പ് പൊറോട്ട എടുക്കാവോ? നല്ല കച്ചവടമുള്ളൊരു ഏരിയ സ്ഥലം കേട്ടോ. ഓക്കെ, കാണത്തോളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രങ്കൻജി അടുത്ത ഗോതമ്പ് പൊറോട്ട ഓർഡർ ചെയ്തിരിക്കണം. ഇഷ്ടപ്പെട്ടില്ലേ മുളക്? അതെ, ഓ കഴിച്ചോണ്ടിരിക്കുന്ന എനിക്ക് തന്നെ കൊതി വരുന്നു. ചിക്കൻ ഉണ്ട്, ഒന്നും പറയാനില്ല. അത് ശരിയാ, പ്ലേറ്റ് കണ്ടാൽ തന്നെ അറിയാം സത്യാവസ്ഥ എന്താണെന്ന്. ഇതാണ് മോനെ അടാറ് സാധനം. ഗോതമ്പ് പൊറോട്ട എനിക്ക് വേണം, ഒരെണ്ണം ഉണ്ട് പാഴ്സല്. ബ്രോ, ഒരു ഗോതമ്പ് പൊറോട്ട ഉണ്ടെങ്കിൽ അതിപ്പോ തന്നേക്കോ? ഒന്ന് മതി, ഞാൻ പാഴ്സലാ. അല്ല, ഒരെണ്ണം ഇപ്പൊ കഴിക്കാനാ. അപ്പൊ ഏതായാലും ഞാൻ എന്തായാലും എനിക്ക് ആവശ്യമുള്ളത് ഇവിടെ അങ്ങനെ വേണ്ട ബ്രോ. ഇത് ഡ്രങ്കന്റെ ഡ്രങ്കിന് ഇത്തിരി ഫിഷ് ലോഡ് ചെയ്ത് കൊടുക്കാം. എന്താണ് മൂത്ത് കേട്ടോ.